അസൂയ തോന്നുക എന്ന് കാണിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് പദങ്ങളാണ്, ഒന്ന് ജലസ്, മറ്റൊന്ന് എൻവി. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. നിങ്ങൾക്കൊരു വസ്തുവിനോട് ഒരു ആഗ്രഹം ഉണ്ട്, ഒരു കൊതിയുണ്ട്, അതുകൊണ്ട് അത് നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, ഒരു കൊതി തോന്നുമല്ലോ, അതാണ് എൻവി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, യു ആർ സ്പീക്കിംഗ് ഇംഗ്ലീഷ് സോ വെൽ, ഐ എൻവി യുവർ ഇംഗ്ലീഷ് ഫ്ലുവൻസി. നീ ഇംഗ്ലീഷ് നല്ല രൂപത്തിൽ സംസാരിക്കുന്നുണ്ട്, നിന്റെ ഇംഗ്ലീഷ് ഫ്ലുവൻസി കാണുമ്പോൾ എനിക്ക് കൊതി തോന്നുകയാണ്. ഓക്കെ, ഇനി അവൾക്ക് എൻ്റെ പുതിയ കാറ് കണ്ടപ്പോൾ കൊതി തോന്നി, എന്നോടൊരു അസൂയ തോന്നി എന്നൊക്കെ പറയില്ലേ, അതെങ്ങനെയാണ് പറയാ? ഷീ എൻവീഡ് മൈ ന്യൂ കാർ എന്നാണ് പറയാം. ഇനി ഒരു വസ്തു, നിങ്ങൾക്കുള്ള ഒരു വസ്തു അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള എന്തെങ്കിലും ഒരു കാര്യം മറ്റുള്ള ഒരാളുടെ പ്രവർത്തനം കൊണ്ട് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ശങ്ക, ഒരു ആശങ്ക, ഒരു ഭയം, അതാണ് ജലസ് അല്ലെങ്കിൽ ജലസി എന്നൊക്കെ പറയുന്നത് കേട്ടോ. അവൾക്ക് അസൂയ തോന്നി അവളുടെ ഹസ്ബൻഡ് മറ്റൊരു ലേഡിയോട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ. ഇത് പറയുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഓക്കെ, ഷീ ഫെൽറ്റ് ജലസ് വെൻ ഷീ സോ ഹർ ഹസ്ബൻഡ് ടോക്കിംഗ് ടു അനദർ ലേഡി. ഓക്കെ, മറ്റൊരു ലേഡിയോട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് അസൂയ തോന്നി. ഷീ ഫെൽറ്റ് ജലസ്. ഓക്കെ, ഇനി കുട്ടിക്ക് അസൂയ തോന്നി അവന്റെ അമ്മ മറ്റൊരു കുട്ടിയെ ഹഗ് ചെയ്യുന്നത് കണ്ടപ്പോൾ. ഇതെങ്ങനെയാണ് പറയാ? ദ ചൈൽഡ് ഫെൽറ്റ് ജലസ് വെൻ ഇറ്റ് സോ ഹിസ് മദർ ഹഗ്ഗിങ് അനദർ ചൈൽഡ്. ഓക്കെ, കുട്ടിയുടെ അമ്മ മറ്റൊരു കുട്ടിയെ ഹഗ് ചെയ്യുന്നത് കണ്ടപ്പോൾ കുട്ടിക്ക് അസൂയ തോന്നി. ഇവിടെ ജലസ് എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് കുട്ടിക്ക് തോന്നുകയാണ് കുട്ടിയുടെ സ്നേഹം, കുട്ടിക്ക് ലഭിക്കുന്ന സ്നേഹമൊക്കെ ഇനി നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്ക. അപ്പൊ ഇനി ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തരാം. ഈ സെന്റൻസിൽ പറയുന്ന വേർഡ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, ഷീ ഈസ് സിംഗിങ് സോ വെൽ സോ ഐ ഫീൽ. ഇവിടെ ജലസ് എന്നാണോ വരിക അതോ എൻവി എന്നാണോ പറയാ? അവൾ നല്ല രൂപത്തിൽ പാട്ട് പാടാണ്, അപ്പൊ എനിക്കത് കാണുമ്പോൾ എന്ത് തോന്നുന്നു? ഇത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം.